ലാസ്റ്റ് ചെയ്ത വീഡിയോനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൽ കുറേ പേരൻസിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, കുട്ടിക്ക് ADHD ആണെന്ന് സംശയമുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മൾ ചെറിയ കുട്ടികളിൽ സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യം തന്നെയാണല്ലോ എടുത്തുചാട്ടം. അവരോട് ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കില്ല, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഒരു ADHD ആണെന്ന് നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്നത് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു 6 വയസ്സായ കുട്ടികളിലാണ് നമ്മൾ നോർമലി ആസ് പെർ ICD ഇത് വെച്ചിട്ട് നമുക്ക് ADHD ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്നിരുന്നാൽ പോലും 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ബിഫോർ 12 ഇയേഴ്സിന് മുൻപ്, 12 വയസ്സിന് മുൻപും, എന്നാൽ 6 വയസ്സ് തുടങ്ങിയത് മുതലുമാണ് നമ്മൾക്ക് ADHD കൺഫേം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ മാത്രമാണ് ഈ കുട്ടി ഈ പറയുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുറത്ത് പോയിക്കാൻ ഒരാൾ ഓക്കെയാണ്, എന്നാൽ സ്കൂളിലോട്ടേക്ക് പോകുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര കുസൃതിയാണ്, വികൃതിയാണ്, ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ സംശയിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് ADHD എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ വീട്ടിൽ കാണിക്കുന്ന അതേ ഒരു അവസ്ഥയാണ് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും എങ്കിലാണ് നമ്മൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ടതുള്ളൂ അല്ലെ. പൊതുവെ നമ്മൾ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പിന്നെ കുട്ടിക്ക് നമ്മൾ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കുട്ടിക്ക് അത് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അംഗീകരിക്കാനുള്ള പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനുള്ള പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യത്തിലോട്ടേക്ക് കൂടുതൽ നേരം കോൺസെൻട്രേഷൻ കൊടുക്കില്ല അവർ. അപ്പം തന്നെ വേറെ ഏതെങ്കിലും ടാസ്കിലോട്ടേക്ക് പോകും. നമ്മൾ ഏതെങ്കിലും ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കംപ്ലീറ്റ് ചെയ്യില്ല, വീണ്ടും അടുത്ത ടാസ്ക് നമ്മുടെ അടുത്ത് ചോദിച്ചു വരും. പിന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനൊക്കെ ഇവർ ഭയങ്കര ഉഷാറാണ്. ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മുമ്പോട്ടേക്ക് വരികയൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാൽ പോലും കൊടുത്ത കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ വീട്ടിലത്തെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഹോംവർക്ക് ആണെങ്കിലും ഇതിലൊന്നും കൂടുതൽ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, ഭയങ്കര ഒരു എല്ലാത്തിനോടും ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ക്ലാസ്സിൽ പോയി കഴിഞ്ഞാലും. അവർ കൂടുതൽ ക്ലാസ്സിലൊന്നും ഫോക്കസ് ചെയ്യില്ല, അല്ലെങ്കിൽ അവിടെയും ഭയങ്കര ബഹളം വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലിടയിൽ കയറി സംസാരിച്ച് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം അവർക്ക് അവരുടെ അറ്റൻഷൻ വേണം, അവർ കുറേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കല്യാണ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കൂടെ വരുന്നുണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് കഴിയുന്ന സമയത്ത്, ഒരു 5-10 മിനിറ്റ് കഴിയുന്ന സമയത്തിന് ആൾക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. അവർ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. ഇതൊരു ADHD എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണിത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സംശയം കൂടുതലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഫഷണൽ കാണുകയും അതിന്റെ സഹായങ്ങൾ തേടുകയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിൽ കുട്ടികളെ നമ്മൾ അടിക്കുകയോ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയോ അല്ല അവരെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് അവരല്ല ചെയ്യുന്നത്, അവരുടെ ബ്രെയിനിൽ വരുന്ന ഒരു മെസ്സേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു എക്സസ് എനർജിയാണ് അവർക്ക് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.